ഇതാദ്യം എടുക്ക്. ഇതാദ്യം എടുക്ക്. അത് പറ്റത്തില്ല, ഇവിടെ സഹായമൊന്നുമില്ല. ഒറ്റക്കെട്ട് എന്റെ മോനോട് പറഞ്ഞു കൊടുക്കാനൊക്കെ എനിക്ക് പറ്റും. അതെ, ഇത് തൊടാത്തത് വേടാ, വേറെ വേറെ ഇതൊക്കെ എടുക്കടാ. ഇത് ഇതെന്തൊരു കളി? പിന്നെ അങ്ങഞ്ചേട്ടത്തെ കളി. നീ ഒന്ന് മിണ്ടായിരിക്കാം. നീ അതെടുത്തോടാ, അതെടുത്തോടാ. ഇല്ല 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 ഇല്ല, അനങ്ങിയില്ല അനങ്ങിയില്ല. ഇല്ല ഇല്ല അനങ്ങിയില്ല. കള്ളക്കളി അമ്മയും മോനോട് ഒരുമിച്ച് തുടങ്ങി. കള്ളക്കളി നിനക്കാ, വേണമെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടെ ഇടാം. ഒന്നുകൂടെ വേറെ ഇടാം. പക്ഷെ ഇത് ലാസ്റ്റ് ആണ്. ഇതിനകത്ത് കള്ളക്കളി ആണെങ്കിൽ അമ്മയ്ക്ക് മോനും കിട്ടൂടി. റൊണാൾഡോ മാമൻ അപ്പടിയും കള്ളക്കളിയാ. നീ എന്തിനാ ഇവന്റെ കൂടെ കളിക്കാൻ നടക്കുന്നത്? ഞാനാ കള്ള. ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പരോളിന്. എന്തോന്ന് മക്കളെ ഇവിടെ പരിപാടി? ഇവനെ തോപ്പിച്ചോണ്ടിരിക്കാണ് റൊണാൾഡോ. അമ്മയും മോനോട് ഇരുന്ന് കള്ളക്കളി കാണിച്ചിട്ട് ഇപ്പൊ മൊത്തം കുറ്റമല്ലേ? പിന്നെ രണ്ട് ഈർക്കൽ അനങ്ങി നിങ്ങൾ മക്കളെ അങ്ങോട്ട് മാറിയ റൊണാൾഡോ ഞാൻ ഇപ്പൊ തോപ്പിച്ചിട്ട് വരാം. മാറി. അമ്മൂമ്മക്ക് കളിക്കാൻ അറിയാമോ? കളിക്കാൻ അറിയാമോ എന്നാണ് എന്റെ മക്കളെ. ഞങ്ങളല്ലേ കുറച്ച് പേര് ഇത് കണ്ടുപിടിച്ചത്. ഞാനും ത്രേസ്യാമ്മയും സരോജിനി എല്ലാരും കൂടെയാണ്. പണ്ട് ഞങ്ങൾക്ക് ഇത് തന്നെയായിരുന്നു ജോലി. കളിച്ച് 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 ഞാൻ അവരെ എപ്പോഴും തോപ്പിക്കും. ഞാനാ ജയിക്കുന്നത്. അത് ചുമ്മാതാട്ടോ. ചുമ്മാ ഈർക്കൽ കളി ഇപ്പഴെങ്ങാണ്ട് വന്നത് ആനവില്ല. മക്കൾ മാറി, ഞാൻ വരാം. എന്നെടുത്ത് കൂട്ടല്ല സൂപ്പർ കളിയായിരുന്നു. നീ റൊണാൾഡോ ആണ്. എനിക്ക് നല്ല ഇറങ്ങി തന്നാണ് മക്കളെ. കൊള്ളത്തില്ലല്ലേ? കണ്ട കണ്ട കൈ വിറയ്ക്കുന്നു. കൈ വിറയ്ക്കുന്ന നീ എങ്ങനെ അറിഞ്ഞ? വേണ്ട, എന്റെ കൈക്ക് വല്ല വിറവിലും ഉണ്ടാന്ന് നോക്കി. അമ്മ നനക്കാതെ പിടിച്ച കൈ. ഇതെന്ത് വിറയലല്ലേ ഇത്? പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ വിറയ്ക്കും. വെരി ഹാൻസം. പിന്നെ ഈർക്കലൊക്കെ കളിക്കാൻ വിറപ്പിക്കാതിരുന്നാ മതി. സൂപ്പർ കളി കളക്കാൻ പോവാ. രാജ്യാന്തര 2020 ഈർക്കി ഗെയിം. കണ്ണും കണ്ടുകൂടാന്ന് തോന്നുന്നു. കണ്ണ് കാണാൻ പറ്റുണ്ടാവേ. എടി എന്റെ കണ്ണ് കാണാൻ വയ്യാത്തതല്ല, ഈർക്കിലാണ്. പനയുടെ വലിയ ഈർക്കിലുണ്ട്. സമയം പോകുന്നു. ഇത് തെങ്ങീന്ന് ഈർക്കിലി തന്നെ. അല്ലല്ല, ഇത് അക്വേഷ്യ പ്രത്യേകം വരുത്തിച്ചതാണ് മലേഷ്യ. അങ്ങ് തോണ്ടമ്മ അമ്മ എന്തീ വെച്ചോണ്ടിരിക്കണത്? തോണ്ടെന്ന് പറഞ്ഞ കളി സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ചിലപ്പോ അങ്ങനെയൊക്കെ വന്നു. എന്ത് മൊത്തം തെങ്ങിന്റെ വണ്ടായിരിക്കുന്ന ഓല വരെ അനങ്ങി. ആര് പറഞ്ഞ അനങ്ങിയൊന്നുമില്ല. ഇവിടെ ഈർക്കിൽ അങ്ങോട്ട് വീണതല്ല. അമ്മക്ക് കണ്ണറിയാൻ പാടില്ല. ഈ ഈർക്കിൽ ഇവിടെ കിടന്നത് എടുത്തങ്ങിട്ട് പിന്നെ എങ്ങോട്ട് അനങ്ങായി? എന്റെ അമ്മയ്ക്ക് പ്രായമായി. അമ്മയുടെ കണ്ണ് കണ്ടുകൂടാ. അതുകൊണ്ടാ അമ്മയ്ക്ക് മനസ്സിലാവാത്തത്. ഞാൻ കള്ളത്തരം പറഞ്ഞാലും കിള്ളത്തരം പറഞ്ഞാലും ഞാൻ കളിക്കുന്നില്ല. ഇത് മഹാ കള്ളക്കളി തന്നെയാണ്. നീ അതിന് സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ പോണു. എനിക്ക് കളിക്കണ്ട. തീർന്നല്ല, നിങ്ങൾ എല്ലാരും കൂടെ കിടന്ന് കളിച്ചു ഓടിക്കും. ഞാൻ കളിക്കുന്നില്ല. നല്ലൊരു ഗെയിം സൈഡായി ഈ വന്നിരുന്ന അവരുടെ പറയേണ്ട പല കാര്യമുണ്ട്. കളിയുടെ ഒരു മൂട്. അയ്യോ, കളിയുടെ മൂടുവാൻ ഇത് എന്ത് വലിയ കളിയാന്നറിയാമോ? അത് ഇവരൊരു എന്റർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലേ ഇവനോട് കളിക്കായിരുന്നത്. അവൻ എന്നെ കളഞ്ഞുമാക്കി. ഒരിക്കലും കളിക്കാൻ വന്നേക്കും. കിട്ടിയാന്നല്ലോ ആൻസർ. നീ 5 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അരമണിക്കൂറായി കേട്ടോ. നല്ലു 1 മിനിറ്റ്. ഇനിയിപ്പോ 1 മിനിറ്റായി. പരീക്ഷയ്ക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ വന്നാൽ നീ എന്ത് ചെയ്യും? 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ആലോചിച്ചോണ്ടിരിക്കുവോ? അല്ല, അപ്പൊ മറ്റേ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിട്ട് എഴുതാതിരിക്കും. എന്ത് മറ്റേ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിട്ട് എഴുതാതിരിക്കും? അതാണോ ഇതിനുള്ള മറുപടി? അപ്പൊ ഇതങ്ങ് മര്യാദക്ക് പഠിച്ചാ പോരെ? അല്ല, അതെന്തിനാ ചിരിക്കുന്നേ? നിനക്ക് കിട്ടുമ്പോ ഞാനും തരാം കേട്ടാ. നീ അവളെ ഭരിപ്പിക്കാതെ നീ പഠിക്കാൻ, അതും ആൻസർ കണ്ടുപിടിക്കാൻ നോക്ക്. എന്തായാലും വരും പരീക്ഷയ്ക്ക്. അത് കുഴപ്പമില്ല. ഷാജിക്ക് ഇപ്പൊ ഇവിടെ പോലീസുകാരനാണല്ലേ? ശരി, അങ്ങനെ കണ്ടിട്ടില്ല. ശരി, ഞാൻ പറയാം മക്കളൊന്നും പറയാം. ശരി, നമ്മളെ കോളിച്ചിറയിലെ രഘുതി അമ്മയുടെ മോൻ സനകയില്ലേ, PCUലുള്ള, അവനെ വിളിച്ചമ്മ ഇപ്പൊ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. പല പിരിവിനാണോ? നല്ലടി. ഈ മത്സരങ്ങൾ നടക്കാൻ പോണു, കുട്ടികളുടെ മത്സരങ്ങൾ. പുഞ്ചിരി മത്സരം. ഞാൻ നമ്മുടെ സയ്യുവിന്റെയും
തക്കുടിനെ പേര് കൊടുത്തിട്ടുണ്ട്. ആ അടിപൊളി. എന്താ നീ അവിടെ പോയി ചെയ്യാൻ പോണത്? അത് പുതുമ. അങ്ങനല്ല, നല്ല സ്മൈൽ. ശരി, അടുത്ത മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് സയ്യു. ചിരിക്ക്. അയ്യോ ഇത് പുഞ്ചിരിയല്ല. പുഞ്ചിരി ചെറുതായിട്ട്. ആ, അത്രേ ഉള്ളൂ. അടിപൊളി. ഇതിനെന്തായാലും കപ്പ് കിട്ടും. ഇത് തീരെ ചെറിയ കുട്ടികളുടെ നോക്കണേ. ഇവരുടെ പ്രായത്തിലുള്ളവരുടെ ഇല്ലേ? അത് കൊള്ളാലോ. ഞാനും കൊച്ചല്ലേ? അല്ല, മക്കളുടെ പ്രായക്കാരുടെ അല്ല ഇത്. ഇവരുടെ ഇത് ജൂനിയർ ടീം. നിന്റെ പ്രായത്തിലുള്ളത് വരുമ്പോഴത്തേക്ക് നിന്നെ ചേർക്കും. ഞാൻ കൊച്ചായിട്ടിരുന്നാ മതി. അയ്യോ അവളങ്ങ് വളർന്ന് ആകാശം മുട്ടി. നിന്നെക്കാളും പൊക്കായി. ആ ഏട്ടാ എന്നെ പൊക്കമായി. കെട്ടിക്കാറായി പെണ്ണിനെ. പഠിക്കാൻ നോക്കും മര്യാദക്ക് ഇരുന്നു. രണ്ടുപേരും ഓരോ പുഞ്ചിരി തന്നെ. ഇത് പുഞ്ചിരിയല്ല, ഇത് അട്ടഹാസം, ആക്രോശം എന്നൊക്കെ പറയും. ഈ പുഞ്ചിരിക്ക് എന്ന് പറയുന്ന സാധനത്തിന് ഇങ്ങനെ നമ്മുടെ ശരീരവും തലയൊന്നും അനങ്ങണ്ട. നമ്മുടെ ഈ രണ്ട് ചുണ്ടുകൾക്കിടയിലുള്ള പേശി മാത്രം ഇങ്ങനെ വലിച്ചുകൊണ്ട് ഒരു നൈസ് സാധനം, അതാണ് പുഞ്ചിരി. പേശി എന്നൊക്കെ പറഞ്ഞ പിള്ളേർക്ക് ഇങ്ങനെ മനസ്സിലാവും. അങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. നോക്കിക്കോ, എന്നെ നോക്കിക്കോളൂ. പുഞ്ചിരി ഇത് മറ്റേ എലി പുന്നല് കാണുമ്പോ ചിരിക്കുന്നത്. പുഞ്ചിരി എന്ന് പറഞ്ഞാൽ എന്റെ തലയൊന്നും അനങ്ങുന്നുണ്ട്. നിങ്ങളല്ലടെ കൂട്ടം ചേർന്ന് കളിയൊക്കെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. പിള്ളേർക്ക് എന്തെങ്കിലും അറിയാന്ന് പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചപ്പോഴത്തേനും എന്റെ മോള് കാണിച്ചു തരും. കാണിച്ചേടി ഒന്ന് പുഞ്ചിരി കാണിച്ചേ. അയ്യോ, ഇത് പെണ്ണ് കാണാൻ വരുമ്പോ പെണ്ണിന്റെ നാടാ. ഇതാ ഞാൻ കാണിച്ചു തരാം. എന്റെ പെണ്ണും പിള്ള ഇത് നിർവികാരത എന്ന് പറയും. ഡെഡ് ബോഡി ഒക്കെ കാണുമ്പോ ഉണ്ടാവുന്ന സാധനം. സത്യം അത് അങ്ങനെയായിരുന്നു ചേച്ചി. ഞാൻ കാണിച്ചു തരാം. അയ്യോ ഒന്നുമില്ല. നമ്മള് വഴിയിലൊക്കെ എവിടെയെങ്കിലും പോകുമ്പോ നമ്മൾ പരിചയമുള്ളവരെ കാണുമ്പോ ചിരിക്കൂലേ? അങ്ങനെ ചിരിച്ചാ മതി. ഒന്ന് കാണിച്ചേ. ആ കറക്റ്റ്. ഇതാണ് പുഞ്ചിരി. ഇതല്ല പുഞ്ചിരി. എടാ ഇതാ പുഞ്ചിരി. നീ ഏതാ പുഞ്ചിരി എന്ന് വിചാരിച്ചിരുന്നത്? കൊച്ചുള്ളാറ മുഖത്ത് എപ്പോഴും പുഞ്ചിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഒന്നും കിട്ടില്ല. നീ ഇങ്ങനെ പുഞ്ചിരിക്കാൻ പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? പിന്നെ കൊടങ്ങാവള പ്രാവശ്യം പോയി, സമ്മാനമൊന്നും കിട്ടിയില്ല. ഒന്ന് കാണിച്ചേ. ആ അങ്ങനെ വേണ്ട. അങ്ങനെയല്ല മോൻ മര്യാദ ആദ്യം ചിരിച്ചവര്. കറക്റ്റ്. പോയി കളിച്ചത് അവർക്കറിയാം. എന്തിനാ ഇവള് രാവിലെ നല്ല പോലെ ചിരിച്ചതാ. ചിരിച്ചേ. ആ ഇത് മുയല് ക്യാരറ്റ് കാണുമ്പോ ചിരിക്കുന്നത്. പിന്നെ അതങ്ങനെ നിന്ന് ചിരിച്ചോന്നൂടെ ചിരിച്ചോ. കണ്ട പ്രാക്ടീസ് ചെയ്തോ ഇങ്ങനെ? ഇത് പ്രാക്ടീസിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇങ്ങനെ ചിരിച്ചാൽ മതി. നമ്മൾ പോയി കളിച്ചോട്ടെ. കളിച്ചോ. സമ്മാനം കിട്ടിയിട്ട് മേടിച്ചോണ്ട് വന്നാ മതി. കളിക്കണേ. പുഞ്ചിരി മത്സരം, കരച്ചിൽ മത്സരം, ക്ലബുകളുടെ പരിപാടിക്കല്ലേണ്. കേട്ടാത്താല് വേറെ എന്താണ്ടൊക്കെ മത്സരം ഉണ്ടെന്ന് തോന്നുന്നു. തീറ്റ മത്സരമല്ല, ഞാൻ നോട്ടീസ് നോക്കി. തീറ്റ മത്സരം ഞാൻ ഒരു കൈ കൊടുത്താൽ അത് നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവര് വെക്കാതിരുന്നു. പുഞ്ചിരി മത്സരത്തിന് പോയി പൊട്ടും ഉറപ്പാ. ഇപ്പൊ ഓടേർക്കാട്. പിന്നെ എനിക്കും പുഞ്ചിരി മത്സരത്തിന് പോയാൽ കൊള്ളാന്നുണ്ട്. എന്താടാ നീ ചിരിച്ചത്? പിന്നെ ഇമ്മാതിരി കോമഡി കേട്ടാ ചിരി വരത്തില്ലയോ? അതിനിവിടെ ആര് കോമഡി പറഞ്ഞു മക്കളെ? ഇത് കോമഡി അല്ലേ പറഞ്ഞു. ഈ പ്രായത്തിൽ പോയി പുഞ്ചിരി മത്സരത്തിന് പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞാല് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അതിന് അമ്മ അവിടെ പിള്ളേരുടെ മത്സരമല്ലേ? അതെന്ത് വയസ്സൊരു പുഞ്ചിരിച്ചാ ശരിയാവത്തില്ല അവിടെ ചെന്ന്? അമ്മേ അതിന് നിങ്ങക്ക് മത്സരം ഇല്ലല്ലോ, പിള്ളേർക്കല്ലേ മത്സരം വെച്ചേക്കണേ. അങ്ങനെ ഒരു വയസ്സുള്ളൊരു ഒരു പുഞ്ചിരി മത്സരം വച്ചാ പോരെ? അതിന് ദേ അമ്മ ഒന്ന് ഇങ്ങനെ കാണിച്ചേ. ഈ കണ്ട ഈ പല്ലൊക്കെ കേടാണ്. അമ്മയുടെയും കഷ്ടമായിരിക്കും, വേറെയുള്ള അമ്മൂമ്മമാരുടെ ഒക്കെ. അവർക്ക് പല്ലേ ഉണ്ടാവൂല്ല. പിന്നെ എങ്ങനെ അവരൊക്കെ വരും? അതാ നീ കാലത്തൊട്ട് തുടങ്ങിയതാണ്. എന്റെ കൈ വിറയ്ക്കുന്നത്, കണ്ണ് കാണാൻ വയ്യ, ശരീരം ആകെ വിറവില്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിനക്കിപ്പൊ എന്നെ ഒരു വയസ്സായി കാണും, അത്രയല്ലേ ഉള്ളൂ. എന്റെ അമ്മ അത് ഞാൻ തമാശ പറഞ്ഞതല്ലേ. തമാശയൊന്നും പറഞ്ഞതല്ല. അമ്മേ അസോസിയേഷൻകാരോട് പറയാൻ പറ്റുമോ പിള്ളേരുടെ മത്സരിക്കുന്ന കൂട്ടത്തില് അമ്മേനെ കൂടെ മത്സരിപ്പിക്കണോ? പറയാൻ പറ്റുമോ? ഇടി പിള്ളേരുടെ മത്സരത്തിൽ വേണ്ട, വയസ്സർക്ക് അങ്ങനെ ഒന്ന് വെക്കണമെന്നാണ് ഞാൻ അങ്ങനെ വെക്കുന്നില്ല, വെച്ചിട്ടില്ലല്ലോ അവര്. അമ്മയുടെ വിചാരം അമ്മയ്ക്ക് വയസ്സായിട്ടില്ല എന്നാണോ? എന്റെ അമ്മ എനിക്ക് വയസ്സായി. എന്റെ അമ്മയല്ലേ അമ്മ, അമ്മയ്ക്ക് പിന്നെ വയസ്സാകൂലേ? എടി നിന്റെ മനസ്സിൽ നീ വയസ്സായെന്ന് തോന്നുന്നു, പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ചെറുപ്പമാടി. അങ്ങനെ ഒരു മത്സരം അവര് വെക്കട്ടെ, എപ്പോഴെങ്കിലും വെക്കൂ, അപ്പൊ നമുക്ക് ചേരാം. എന്ത് ചേർന്നാക്കത്തില്ലേ? ചേർന്നാ ഒക്കൂല. ഇത് വേറെ നമ്പർ ആടി. ഇതെന്താന്ന് വെച്ചാൽ അമ്മയ്ക്ക് അറിയാം അമ്മയുടെ പ്രായമുള്ള വേറെ ആരും വരൂല എന്നുള്ളത്. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അമ്മയ്ക്ക് ഫസ്റ്റ് കിട്ടും. അമ്മ ഒരാളല്ലേ ഉണ്ടാവുള്ളൂ, അതിന് വേണ്ടിയിട്ടുള്ള നമ്പറാ.
മത്സരിച്ചോ. ശരി, ഒന്ന് എനിക്കൊന്ന് കൊണ്ടുവന്നു. അത് വേണ്ടായിരുന്നു. അമ്മ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ നിരുത്സാഹപ്പെടുത്തണ്ട. അവര് ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്ക് ചിരിച്ചതാരാ? കാര്യമായിട്ടുള്ള നമ്മൾ അറിഞ്ഞില്ല. അതെന്റെ അമ്മ. ഞാനും എന്റെ അമ്മയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളാം. അതല്ലേ പറയാം. ആ അറിയാലോ. അറിയാം. ആ എന്നാ മിണ്ടണ്ടാവോ. സീരിയസ് ആയിട്ടാണ് ചേച്ചി പറഞ്ഞത്? ആര്? അമ്മ? ഏയ് ഇല്ല. പിന്നെ അമ്മ വെറുതെ അമ്മയുടെ ഓരോ തോന്നിട്ട്. ഏട്ടാ ഏട്ടാ ചായ എന്താന്നേ മുഖം വല്ലാതിരിക്കണേ? ഞാൻ വന്നപ്പോ തൊട്ടേ ശ്രദ്ധിക്കണുണ്ട്. സാറായിട്ട് ചെറിയൊരു എന്ത്? അവിടെ ഒരു ഫയലാണ്ട് കാണാനില്ല. മോഷണ കേസിന്റെ ഫയലാണ് അത്. അത് കാണാനില്ല. ഞാൻ എന്റെ അനാസ്ഥാരമാണ് അത് കാണാതെ പോയത്. എന്നിട്ട് അവിടെ നോക്കിയിട്ട് കണ്ടില്ല. അതിപ്പോ ഇവിടെ കിട്ടിയില്ല ഇതുവരെ. പക്ഷെ ഞാൻ സാറിനറിയാം. എന്നിട്ട് സാറ് പറഞ്ഞു ഇതുവരെ കനകന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ഇതൊരു തുടക്കമായിരിക്കും, ഇനി അങ്ങോട്ട് സ്ഥിരം ഇതായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും മകളെ റിപ്പോർട്ട് ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യമില്ല, പുള്ളി എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അതിന് വഴക്കായ എന്നിട്ട് ഏട്ടൻ വല്ലതും പറഞ്ഞു തിരിച്ച്? അല്ല ഞാനൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. അത് കിട്ടിയില്ലെങ്കിൽ ഇനി പ്രശ്നമാകത്തില്ല ഏട്ടാ. അത് എവിടെയെങ്കിലും കാണും. ഇവരാരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ നാളെ രാവിലെ വരുമ്പോൾ അവിടെ കാണും മിക്കവാറും. അല്ല എവിടെ പോകാൻ ഇപ്പം കിട്ടിയാ മതിയായിരുന്നു ഈശ്വര. കുഴപ്പമില്ല. ഏട്ടൻ വല്ല ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവോ? എന്റെ ഭാഗത്തല്ല, ഞാൻ കയറി ചെയ്യുന്ന കേസല്ല അത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സാർ എന്നെ ഏൽപ്പിച്ച കാര്യമല്ല അത്. മറ്റേ അഗസ്റ്റിന്റെ ടീമാണ് മിക്കവാറും അവന്റെ കയ്യിൽ. നാളെ ചെന്ന് സമാധാനമായിട്ട് നോക്കാം അവിടെയൊക്കെ. ഇവിടെയാണെങ്കിൽ അതിലും വലുത്. ഇവിടെ എന്താ അമ്മ അത് അങ്ങ് കൊഞ്ചിപ്പിക്കല്ലേ എന്നെ നീ. അച്ഛമ്മ അയ്യോ നല്ലതാണെങ്കിൽ പിന്നെ സഹിക്കാം. അയ്യോ എന്റെ കാര്യം ഒന്നും നീ സഹിക്കണ്ട, തീർന്നല്ലോ. ഇപ്പൊ തങ്കം പറഞ്ഞതിന്റെ വിഷമത്തിലാണോ അമ്മ ഇരിക്കുന്നത്? അവള് മാത്രമല്ല, ഈ വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഒക്കെ ഒരു വിചാരമുണ്ട്, വയസ്സായ പിന്നെ അവരെ ആരും ഒന്നിനും കൊള്ളത്തില്ലെന്ന്. അമ്മ ഇത് കുട്ടികൾക്കുള്ള മത്സരമല്ലേ, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ അമ്മയുടെ അടുത്ത് മക്ക മത്സരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. വിഷമിക്കേണ്ട കാര്യമില്ല. എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അസോസിയേഷൻ വഴി ഈ മക്കൾക്ക് മത്സരം വയ്ക്കുന്ന പോലെ അതുപോലെ ഈ അച്ഛനമ്മമാർക്ക് ഒരു മത്സരം വെച്ചാൽ എന്താ? അച്ഛനമ്മമാർക്ക്, പക്ഷെ അമ്മമാർക്ക് വയ്ക്കാൻ പറ്റില്ലല്ലോ. എടാ ഞാൻ നിന്റെ അമ്മേ അമ്മൂമ്മേ. അത് ശരി, എന്റെ അമ്മ. അത് കറക്റ്റാ അമ്മ. അതെ, ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. അമ്മയുടെ കൂടെ പഠിച്ച രഘുതി അമ്മയില്ലേ കോളിച്ചറയില, ആ അമ്മയുടെ മകൻ സനകനക്കിടിന്റെ സെക്രട്ടറി, അവനാണ് എന്നെ വിളിച്ചിരുന്നത് കാര്യം പറഞ്ഞത്. അപ്പൊ പറഞ്ഞു കുട്ടികൾക്കുള്ള മത്സരം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ 2 മക്കളുടെ പേരും കൊടുത്തു, അത്രേ ഉള്ളൂ. ഇപ്പൊ അവര് തീരുമാനിക്കുന്നല്ല, എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? എടാ നിനക്കൊന്ന് ചോദിച്ചാലെന്ത്? അല്ല ഈ വയസ്സായവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇവിടെ ആരും ഇല്ലേ? അമ്മ, വയസ്സായവരുടെ കാര്യം എല്ലാവരും അന്വേഷിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടുന്ന പ്രാധാന്യം എല്ലായിടത്തും കൊടുക്കുന്നവരുണ്ട്. ചിലയിടങ്ങളിൽ കൊടുക്കൂലായിരിക്കും. എടാ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ കൂടെ പങ്കെടുപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിനക്ക് ചോദിക്കാൻ മതിയാ, അവരെവിടെ ഉണ്ട് പറ. ശരി, ഞാൻ ചോദിക്കാം. പക്ഷെ സമ്മാനം മേടിക്കോ? ഫസ്റ്റ് അടിക്കോ? എടാ ഈ രത്നമ്മ ഒരു മത്സരത്തിന് പോയിട്ടുണ്ടെങ്കിലേ, മത്സരിച്ചിട്ടുണ്ടെങ്കിലേ ജയിച്ചിട്ടുണ്ട്, ഇനി ജയിക്കുക തന്നെ ചെയ്യുകയും ചെയ്യും. ശരി, ഉറപ്പ്? ശരി, അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ എന്തായാലും പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്ക്. മാമനെ ശല്യപ്പെടുത്തൊന്നും ചെയ്യരുത് കേട്ടാ. ഇല്ലേ ദൈവനെ റെഡിയായേ? എന്താണ്? ദൈവം റെഡിയായി. ഇവിടെ എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കേ. ഓ, ഇവന് വേറൊരു ജീൻസ് ഇടാറുന്നില്ലേ ചേച്ചി? അവന് അതാ ഇഷ്ടം. റെഡി ആവുന്നവര് എപ്പൊ നോക്കിയാലും എവിടെ പോയാലും ഈ കൊച്ചി ഇത് തന്നെ ഇടുവോ? അവന് അതാ ഇഷ്ടം, എവിടെ പോയാലും അത് തന്നെ എടുത്തിട്ടുണ്ട്. ചില പിള്ളേർ അങ്ങനെയാ. റെഡിയായി കഴിഞ്ഞില്ല ഇതുവരെ? എന്റെ പൊന്നോ, രാവിലെ തൊട്ട് തുടങ്ങിയ ഒരുക്കവാ. വേഗം പോവാൻ നോക്ക്, നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും മത്സരം കഴിഞ്ഞുവല്ലോ.
ഇതെപ്പോഴും എടുക്കാറുള്ളല്ലേ, നല്ലതാ, ഇത് മതി. ആ ഇതൊന്നും കൂടെ. അമ്മ ഇതെവിടെ പോന്ന്? അത് ചേച്ചി അറിഞ്ഞില്ലേ, അമ്മയും മത്സരിക്കുന്നുണ്ട്. മത്സരത്തിന് അമ്മ അപ്പൊ അത് കാര്യമായിട്ട് പറഞ്ഞാണോ? പിന്നെ അല്ലാതെ അമ്മക്ക് നാണാവൂലേ അമ്മ ഇച്ചിരി ഇല്ലാത്ത പൊടിപ്പിള്ളേരുടെ കൂടെ പോയിരുന്ന് പുഞ്ചിരിച്ചോണ്ടിരിക്കാൻ? എന്തിനാണ് ഞാൻ കാണിക്കുന്നത്? പൊടിപ്പിള്ളേരുടെ അല്ല, എന്റെ പ്രായത്തിലുള്ളവരുടെയാണ് ഞാൻ മത്സരിക്കാൻ ആ അവിടെ ഇരിക്കുന്ന അമ്മയുടെ പ്രായത്തിലുള്ളവർ അമ്മയ്ക്ക് വട്ടാന്ന് പറഞ്ഞ് ഉണ്ട് എല്ലാവർക്കും ചേച്ചി. വട്ടല്ലേ? ആണ്. അമ്മ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഏട്ടൻ അസോസിയേഷൻകാരോട് സംസാരിച്ചു, ഒരു മത്സരം വെച്ച്. ഇവന് ഭ്രാന്തുണ്ടോ ഇവന്? എന്ത് മത്സരിക്കട്ടെ, നല്ലതല്ലേ? പിന്നെ നാട്ടുകാർ നോക്കി ചിരിക്കുമ്പോ മതിയായിക്കോളും അമ്മയ്ക്ക്. പൊന്നെ, നാട്ടുകാര് ചിരിച്ചോട്ടെ, നീ ചിരിക്കാതിരുന്നാ മതി. എന്തമ്മാ? അല്ലടാ, എവള് പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ, അമ്മ പോയി കൊച്ചുങ്ങളെ വിളിച്ചോണ്ട് ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. മക്കളെ, നിങ്ങൾ ഇതുവരെ കനക, നിനക്ക് തലയ്ക്ക് സൗകര്യമില്ലേ? എന്തടി ഈ വയസ്സങ്കാലത്ത് അമ്മേനെ കൊണ്ട് ഈ ക്ലബിലൊക്കെ കയറി പോയിട്ട് ഈ പുഞ്ചിരിപ്പിക്കാനും ഡാൻസ് കളിപ്പിക്കാനൊക്കെ നിക്കണ എന്തിനാ? എന്റെ അമ്മയുടെ സന്തോഷമല്ലേ നടക്കേണ്ടത്? ചേച്ചിക്ക് എന്തിന്റെ സൂക്കടാ? പിന്നെ ആൾക്കാർ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. ആൾക്കാര് പറയുന്നല്ലോ നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ അമ്മയുടെ സന്തോഷമല്ലേ നമ്മൾ നോക്കേണ്ടത്? അതെ, ആണല്ലോ. എന്റെ പൊന്നോ, അവനാണെങ്കിൽ അമ്മ സ്നേഹം അങ്ങ് ഒഴുകിയിട്ട് വയ്യ. അങ്ങനെ തന്നെ. ആ, എനിക്ക് അമ്മേനോട് സ്നേഹമുണ്ട്. അമ്മേനെ ആൾക്കാര് കളിയാക്കാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ പറഞ്ഞത്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. വാ എല്ലാം റെഡിയല്ലേ? അമ്മേ, ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേജിലോട്ട് കേറിയാ മതി. ഇവക്ക് എന്ത് കഷ്ടമെന്ന് പറ പോലെ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴത്തേക്ക്. പിന്നെ ഇതല്ലേ നല്ല കാര്യം. അമ്മ അന്നേരത്തെ അമ്പലത്തിലോട്ട് പോകും. എടി, എന്റെ പ്രായത്തിലുള്ള ഇവിടെ കൊണ്ടെന്ന് നീ എന്തിനു കിടന്ന് വിമർശനം ഉണ്ടാക്കുന്നത്? അമ്മയുടെ പ്രായത്തിലുള്ള ആര് വരും എന്നാ അമ്മ ഈ പറയണത്? നീ പോലും ഞാൻ അവിടെ എല്ലാം സംസാരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എന്താ അവളോട് സംസാരിച്ചോണ്ടിരുന്നാലേ നമ്മുടെ പോക്ക് മുടങ്ങും. വരി മക്കളെ. വരി, 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 വരി. വരി, എങ്ങനെ ചിരിക്കാൻ വേണം? അങ്ങോട്ട് പോയി ഒന്നൂടെ ചിരിച്ച എങ്ങനെ ചിരിക്കുന്ന തക്കട്. അമ്മ ചിരിച്ചാ. അമ്മ എന്താ കഴിച്ചേ? സൂപ്പർ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ടെൻഷൻ വിചാരിക്കരുത്. ചിരിക്കാൻ പറഞ്ഞ അപ്പോഴങ്ങ് ചിരിച്ചേക്കണം. ശബ്ദം കേൾപ്പിക്കരുത്, ശബ്ദം കേൾപ്പിക്കരുത്. പുഞ്ചിരി. നമുക്കും കൂടെ പോയാ മതിയായിരുന്നു. ആ, പോയിരുന്ന് ചിരിക്ക്. എന്റെ അമ്മേനെ ഇതിന് ജോക്കറാക്കും എല്ലാരും കൂടി. ഇത് കൊല്ലാത്തത്. ലില്ലിയേ, പുഞ്ചിരിക്കാൻ പോയവരെയൊന്നും കാണാനില്ലല്ലോ. എത്തിയിട്ടില്ല ഇതുവരെ. എന്തായോ ആവോ, പൊട്ടിക്കളച്ചിലായിട്ടുണ്ടാവും പുഞ്ചിരിക്കാൻ പോയിട്ട്. ചേച്ചി ഇതിങ്ങനെ നെഗറ്റീവ് മാത്രം പറയണത്. അവര് പോയി പങ്കെടുത്തിട്ട് വരട്ടെ എന്ന്. പങ്കെടുത്ത് ബാക്കിയായി. എന്ത്? നീ ഒരു കാര്യം ചെയ്, ഇച്ചിരി വലിയ പുതപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തതാ. എന്തിന്? വരുമ്പത്തിന് അമ്മയുടെ തലവഴി മൂടാം. അമ്മി അറിയായിരിക്കും വരുന്നത് അമ്മ. പങ്കെടുക്കണുണ്ടല്ലോ ചേച്ചി. അമ്മയുടെ പ്രായത്തിലുള്ളവരൊക്കെ എന്തെങ്കിലും അസുഖം വന്ന് വീട്ടിൽ തന്നെ കുത്തിയിരിക്കും. അമ്മ ഇങ്ങനെ നടക്കണില്ലേ സന്തോഷത്തിൽ? പങ്കെടുക്കട്ടെ. വെറുതെ അവിടെ പോയി നിന്ന് തെറ്റിച്ച് എന്തിനീ പണിക്ക് നിക്കണതാ? നോക്കട്ടെ. അമ്പോ സൂപ്പർ. എവിടെടി? രണ്ടുപേർക്ക് കിട്ടിയാ? പിന്നെ അല്ലെങ്കിലും പിള്ളേർക്ക് കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. അമ്മയ്ക്കാ സമ്മാനം മേടിക്കാൻ പോയ ആളെവിടെ? ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ചമ്മല് പറയണതാ അമ്മയും മോനും കൂടെ കൊളവായി, ചള കൊളവായി. ഇതാണ് ഞാൻ പറഞ്ഞത്, പോവണ്ടമ്മേ വേണ്ടമ്മേ വീട്ടിലെങ്ങാനും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ. എടി, റെസിഡൻസ് അസോസിയേഷൻ നടത്തിയതിൽ ഇത്രയും നാള് ഇങ്ങനെ ഒരു പരിപാടി വിജയിച്ചിട്ടില്ല. അത് അച്ഛനമ്മമാരുടെ പരിപാടി സൂപ്പർ ഹിറ്റ്. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. തള്ളു 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 സമ്മാനം ഇവിടെ. അതാ, അത് എനിക്കല്ല പ്രൈസ് കിട്ടിയത്, പ്രേമയ്ക്കായിരുന്നു. അവള് ഒറ്റപ്പല്ലും വെച്ചും കൊണ്ടാ ചിരിച്ചത്. എന്തൊരു രസമായിരുന്നു, എന്തൊരു ചിരിയായിരുന്നു, എന്തൊരു കയ്യടിയായിരുന്നു. അതൊന്ന് കാണണമായിരുന്നു. അതിന് അമ്മ ഇത്ര ചിരിക്കണതിന് അമ്മയ്ക്ക് സമ്മാനം കിട്ടിയില്ലല്ലോ. അയ്യേ, എനിക്ക് സമ്മാനം കിട്ടുന്നതിലാണോ വലിയ കാര്യം. എടി, ഇങ്ങനെ ഒരു മത്സരം വെച്ചതുകൊണ്ടല്ലേ എന്നെ പോലുള്ള എന്റെ കൂട്ടുകാരെയൊക്കെ എനിക്ക് കാണാനും അവര് മത്സരം വെക്കാനും അവര് ചിരിയും കളിയും ഒക്കെ എനിക്ക് കാണാൻ ഒത്തില്ല. അതല്ലേ വലിയ കാര്യം. സ്റ്റേജിൽ കയറിയിട്ട് സനകം പ്രത്യേകം പറഞ്ഞു,
രത്നമ്മ പറഞ്ഞുകൊണ്ടാണ് ഈ മത്സരം സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ഇത്രയും പേർക്ക് മത്സരിക്കാൻ പറ്റി, സന്തോഷിക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അപ്രിസിയേഷൻ ആയിരുന്നു. അടിപൊളി. അപ്പൊ പിന്നെ സമ്മാനം കിട്ടില്ലല്ലോ, ഒരു കുഴപ്പമില്ല. പിന്നല്ലാതെ. ആ പിന്നെ അമ്മ ആരുടെ അമ്മ? എന്റെ അമ്മ അല്ല, തങ്കത്തിന്റെ അമ്മ. എന്റെ ദൈവം, എന്റെ ചേച്ചി. നീ അച്ഛന്റെ മോള് തന്നെ. അച്ഛന്റെ അല്ല, അമ്മാവന്റെ.